ഒരു ചിത്രം വരച്ചുകൊണ്ട് തുടങ്ങാം. ആദ്യം നമ്മളിങ്ങനെ ഒരു ചിത്രം വരച്ചു. എന്നിട്ട് ഇതാണ് ചിത്രം. നിങ്ങൾ ആ ചിത്രം കാണുന്നുണ്ടോ? ഇല്ലേ? ഹലോ, കാണുന്നില്ലേ? ഈ ചിത്രം നിങ്ങൾ കാണുന്നില്ലേ? എന്താ മെഹർ മിണ്ടാത്തത്? മെഹർ ഓക്കെ അല്ലേ? എനിക്ക് വേണ്ടത് ഇതേപോലെയുള്ള 3 ചിത്രമാണ്. എനിക്ക് ഈ 3 ചിത്രം വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനത് കോപ്പി കൊടുത്താൽ മതി. വെറുതെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് എന്താ ചെയ്യാൻ പോകുന്ന നോക്കോളെ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കോഹോസ്റ്റ് ആയിട്ടുള്ള കുട്ടികള് ഋത്തി വന്നോ? ഓ വന്നില്ലേ? ഋത്തി എന്താ ഋത്തി മിണ്ടാത്തത്? മൈക്ക് ഓൺ ചെയ്യൂ. ഋതിയുടെ കൂട്ടുകാരിയൊക്കെ ഇതിലുണ്ട്. ഋതിയുടെ ക്ലാസ്സിലെ കുട്ടീനെ കണ്ടില്ലേ? കണ്ടോ? ഋതി മൈക്ക് ഓൺ ചെയ്യുന്നില്ല. അപ്പൊ എല്ലാ കുട്ടികളെയും നേരത്തെ ഞാൻ പരിചയപ്പെട്ടു. പിന്നെ ഈ ക്ലാസ്സിനെ നേരിട്ട് ചോദിക്കാം. കുറഞ്ഞ കുട്ടികളായതുകൊണ്ട് എല്ലാവരുടെയും മൈക്ക് ഓൺ ആണ്. നിങ്ങൾ അവിടുന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ഇതുപോലുള്ള 3 ചിത്രം നിങ്ങൾ വരയ്ക്കും. ഈ 3 ചിത്രം നിങ്ങളൊന്ന് വരച്ചാൽ നന്നായിരുന്നു. വരച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി യെസ് എന്ന് പറഞ്ഞാൽ മതി. ആരൊക്കെയോ ശബ്ദം ഉണ്ടാക്കുന്നു. അതെന്താവും? മെഹർ ഓക്കെ ആണോ? ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇനി തരുന്ന ചോദ്യത്തില് 3 ക്വസ്റ്റ്യൻ നമ്മൾ വിവിധ ക്ലാസ്സിലുള്ള ചോദ്യങ്ങൾ വെച്ച് തുടങ്ങും. കാരണം നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികളാണ്. മത്സര പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ വരില്ല. ജനറൽ ചോദ്യങ്ങൾ വരും. അപ്പൊ ഇപ്പൊ ഞാൻ തരാൻ പോകുന്നത് അത്തരം ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചോ. 108 ഇവിടെ എഴുതണം. 108. 24 ഇവിടെ എഴുതണം. 9 ഇവിടെ എഴുതണം. അടുത്ത പേജില് അടുത്ത ചിത്രത്തില് 84, 28, 6. ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ സ്വയം കണ്ടുപിടിച്ചാൽ ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് അഥവാ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രക്ഷിതാവിനെ അടുത്തിരുത്തുക, ചോദിക്കുക. അവരാരെങ്കിലും ആരെങ്കിലും ഒരാൾ ഇരുത്തിയിട്ട് ചോദിച്ചാൽ മതി. നെക്സ്റ്റില് 64-4. പേടിക്കണ്ട, ഞാൻ ഓപ്ഷൻ തരാം. കറക്കി കുത്തരുത്. 32, 31, 34, 36. നിങ്ങളുടെ ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. കോഹോസ്റ്റായ കുട്ടികൾ ആരെങ്കിലും ഒരാൾ വിളിച്ചു പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആൻസർ വിളിച്ചു പറയണ്ട, ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ മെഹർ? ഓക്കെ, മെഹറിന്റെ ഉത്തരം വന്നു കഴിഞ്ഞു. ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ശരി. ആൻസർ കിട്ടി. Sir, finished, not finished. You are not finished. Who is standing behind you?
Who is helping you, Pradeep? ഇല്ല. ഓട്ടെ. ആദിദേവ്, കേൾക്കാമോ ഞാൻ പറയുന്നത്? Yes, sir. What's your answer? 32. 32. Good. April, what's your answer? കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ടില്ല. അന്ന ബിനോയ് എന്ന ഐഡിയുള്ള കുട്ടിയുടെ പേര് എന്താണ് പേര് മോളെ? അന്ന ബിനോയ്. അന്ന തന്നെയാണോ? Yes, sir. യെസ്, അന്ന തന്നെ. ആ, അന്ന ഏത് സ്കൂളാ? PS test പെരുമടിക്കുന്നു. അന്നക്ക് ഇതിന്റെ ആൻസർ കിട്ടിയോ? ചെയ്തോണ്ടിരിക്കാം. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി. തൃശ്ശൂർ ജില്ലയിലെ ഒരു മോളുണ്ടല്ലോ, അതേത്? ആ കുട്ടിയുടെ പേരെന്താ? തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ഇല്ല, കണ്ടില്ല. ശരി ശരി, എന്തായാലും നമുക്ക് ആൻസറിലേക്ക് പോകാം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈ 32 എങ്ങനെയാണ് കിട്ടിയതെന്ന് പറയാൻ പറ്റും? 32 is the right answer. Here 32 is the right answer. എങ്ങനെയാണ് 32 കിട്ടിയത് എന്ന് പറയാൻ പറ്റുമോ? സർ, പറയും. ആ സ്പേസിലുള്ള നമ്പേഴ്സ് ഒക്കെ 4 വെച്ച് ആഡ് ചെയ്യാണ്. 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 24, 28, 32. പിന്നെ അതുകൊണ്ട് 32 കൊടുത്തതാണോ? യെസ്. ഓഹോ. അതുകൊണ്ട് കൊടുത്തു അല്ലേ? അങ്ങനെയാണ്ട് 36 വന്നൂടെ? അത് 4, പക്ഷെ അത് 4 വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോ 36 വരുമല്ലോ സർ. 4 into 9 എത്രയാണ്? അത് അങ്ങനെയല്ല സർ. 24, 28 അത് 4 വെച്ചിട്ട് ഡയറക്റ്റ്ലി ആഡ് ചെയ്യല്ലേ? ഓ, അങ്ങനെയാണ് മെഹർ ചിന്തിച്ചത്. ഓ ശരി. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ 108, 84, 64 കൊടുക്കേണ്ട കാര്യം? അങ്ങനെയാണെങ്കിൽ അതില്ലാതെ ബ്ലാങ്കറ്റ് ഇട്ടാ പോരായിരുന്നു, ഇത് മാത്രം പോരായിരുന്നു. ആൻസർ എന്താണ്? കമന്റ് ചെയ്തോളൂ. നമ്മള് ഒരു ചർച്ചയാണിത്. ഞാൻ കേട്ടോ മെഹർ, ഹലോ മെഹർ, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുമ്പോൾ there is a connection with 108 and 24. There is a connection with 84 and 28. Did you get the point? Yes or no? Okay. Yes. അപ്പോൾ അത് ആൻസർ ശരിയാണെങ്കിലും ഈ ഇവരിട്ടൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയൂ. Sir, പല്ലവി സ്കൂളാ? MCM UP മയ്യന്നൂർ. മയ്യന്നൂർ വില്യാപ്പള്ളി കിടക്ക്. ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. ഓക്കെ. പല്ലവി. പല്ലവി ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഇപ്പൊ ഇനി 7th-ലേക്ക്. 7th-ലേക്കാണ്. ഗുഡ്. പല്ലവിക്ക് 32 ആണ് കിട്ടിയത്. എങ്ങനെയാ കിട്ടിയത്? ഇപ്പം 84ന്റെ ആ കോൾ എടുക്കുന്നതാണെങ്കിൽ 84/6ന്റെ ഉത്തരം കിട്ടുന്ന ആ ഉത്തരം ഡബിൾ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് 28. 108 ഇവരായിട്ടുള്ള കണക്ഷൻ എന്താ? ഓ, ഇവിടെ ആദ്യത്തെ നോക്കിക്കോളൂ. 108, 24 and 9. What is the connection? 108/9 is equal 12. 12 plus 12 is equal 24. 5/9 is equal to 12. 12. Good. അപ്പൊ 12 12 plus 24 12. 12 plus 12. 12 into 2 is 24. Good. The double of 12 is
24. Good. What about this one? 84. 84 by 6. 84 divided by 6 is equal to 14. 14. 14 double 3 14 into 2. 28. 28. 64 divided by 4 is equal to 16. 16. Okay. 16 into 2 is 32. 32. Meher. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? Yes, sir. ഒന്ന് വിവരിച്ചു കൊടുക്കാമോ? ഹൃതിക്ക് മനസ്സിലായോ? ഇപ്പൊ കാര്യം പിടികിട്ടിയോ ഹൃതിക്ക്? Yes, sir. ഗുഡ് ഗുഡ്. ഹൃതി അതൊന്ന് പറഞ്ഞു കൊടുക്കും ആരെങ്കിലും ഒരാള്. ഓക്കെ. Sir, ഏതാ? യെസ്. ഏതാ? ഇത് എങ്ങനെയാണ് 32 കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. 108 divided by 9 is equal to is equal to 12. 12 plus 2 is 24 words. 84 divided by 6 is equal to 14. 14 plus 14 is equal to 28. 64 divided by 4 is equal to 16. 16. 16 into 2 is 32. നിങ്ങളുടെ USS ആയാലും LSS ആയാലും ഏതൊരു മത്സര പരീക്ഷയായാലും ഇനി മുതൽ മേലോട്ട് വരുന്നത് ഇത്തരം 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതിന് ഇന്ന ക്ലാസ് എന്നോ കാര്യങ്ങളോ എന്നൊരു നിലവാരമില്ല. ഇത് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ്. മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ കൂട്ടത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് ഞാനിപ്പോ ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു ആപ്പ് അയച്ചു തരുന്നുണ്ട്. അത് ഫ്രീ ആണ്. 3 മാസം നിങ്ങൾക്ക് ആ ക്ലാസ് ആപ്പിലൂടെ കാണാൻ കഴിയും. അത് വിവിധ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. അത് നിങ്ങൾക്ക് അയച്ചു തരും. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളിലുള്ള കുട്ടികൾക്ക് അവർക്കൊരു ഗൈഡ് അയച്ചു തരുന്നുണ്ട്. അതൊക്കെ ഈ ആഴ്ച കൊണ്ടൊക്കെ നടക്കും. ഗൈഡ് ഈ ആഴ്ച ഇല്ല, ഈ ആപ്പ് ഇപ്രാഴ്ച തരും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ഓരോ കുട്ടികളൊന്ന് വിളിച്ചാൽ മതി. എന്തായാലും ഈ വ്യാഴാഴ്ചൻ്റെ ഉള്ളിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനത് അയച്ചു തരാം. ശരി, നമുക്ക് ഈ ക്ലാസ് ഇതില് ഈ കാര്യം കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് വേണ്ടി ചോദിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? NMMS-ന്റെ ഗൈഡും തരുന്നുണ്ട്. NMMS-ന്റെ വിഭവങ്ങൾ ഞാൻ അയച്ചു തരാം കേട്ടോ. അവ കുട്ടികൾ എന്നൊന്ന് വിളിച്ചാൽ മതി. ഏതായാലും ഈ ആഴ്ച അടുത്ത ആഴ്ച കൊണ്ടൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഇപ്പോ ഒന്നാമത്തെ കാലാവസ്ഥയൊക്കെ കുറച്ച് ചൂടിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് ചൂടോടുകൂടി തരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, ഒന്ന് തടഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മഴയൊക്കെ പെയ്തിട്ടൊന്ന് കുട്ടികളൊക്കെ ഒന്ന് കൂളാകട്ടെ, ആ സമയത്ത് തരാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ക്ലാസ്സൊക്കെ ഞാൻ കുറച്ചൊന്ന് ഗ്യാപ്പ് കൊടുത്തത്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. മലയാളം ഞാൻ പറയും, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യും. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. The difference of the sum and difference of the difference of the sum and difference of two numbers is 44. Which is the smallest? A question on the right. The difference of the sum and the difference of two numbers is 44, which is the smallest. Smallest. മലയാളം ഇതാണ്. മലയാളം മീഡിയം കുട്ടികളെ നോട്ട് ചെയ്ത് വെച്ചോളൂ. രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44 ആകുന്നു. ആ സംഖ്യ രണ്ട് സംഖ്യകളിൽ ചെറുതേതാണ്? ഒന്നുകൂടി പറയാം. രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും തമ്മിലുള്ള വ്യത്യാസം 44 ആകുന്നു. ആ സംഖ്യകളിൽ ചെറുത് ഏതാണ്? The difference of the sum and difference of two numbers is 44. Which is the smallest? അതിൽ ചെറുത് ഏതാണ്? മൈക്ക് ഓൺ ആണ്.
അറിയാവുന്നവർക്ക് പറയാം. ഒരു മത്സര പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും രണ്ട് അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്താൽ മതി. ബിലോ 10 രണ്ട് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് പറയൂ. സർ ഒന്നുകൂടി പറയോ? ബിലോ 10 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ബിലോ 10 രണ്ട് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് പറയൂ. 6 and 7. Very good. 6 and 7. What is 6 plus 7? 13. 30. What is 6 minus, sorry, what is 7 minus 6? 1. 1. What is the difference of 13 and 1? 12. 12. What is the half of 12? 6. 6. ഇനി ഞാൻ പറഞ്ഞ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ശ്രദ്ധിച്ചോളൂ. And the difference of two numbers is 12. Which is the smallest? 6. 6. The difference of the sum and the difference of two numbers is 12. Which is the Neha, could you please share any other two-digit number to constitute two-digit number? 12 and 13. 12 and 13. Good. 12 plus 13. What is 12 plus 13? 25. 25. Good. What is 13 minus 12? 1. 1. What is 25 minus 1? 24. 24. What is the half of 24? 12. 12. Any other choice of the cholo? The difference of the sum and difference of two numbers is 24. Which is the smallest? Which is the smallest? 24 the Pagadi. Which is the largest? Hello, and the which is the largest? 25. The difference of the sum and difference of two numbers is 44. Which is the smallest in the choichal? Cherudeda. Sorry, that's real. Sir, 12. 12. 12. Oh, yeah. How about 42? 22. 22. 22 ആണ് ചെറുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യം വലുതേതാ? 23. 23. 22 കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ആ രണ്ട് സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 22 plus 23 is equal to 45. 23 minus 22 is equal to 1. 45 minus 1 is 44. ഇതായിരുന്നു എന്റെ ചോദ്യം. ശ്രദ്ധിച്ചോളൂ. The difference of the sum and difference of two numbers is 44. Which is the smallest? Half of 44. Which is the largest? അതിന്റെ ഹാഫിന്റെ കൂടെ ഒന്ന് കൂട്ടുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യെസ് എന്ന് പറയാം. Sir. Yes or no? Yes or no? Yes. Yes. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാനൊന്ന് വെറുതെ ഓടിച്ചു പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾക്കും വരാത്ത കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുകയാണ്.
നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഡിജിറ്റ്സ് എന്നാണ്. മലയാളത്തിൽ അതിന് പറയുന്നത് അക്കങ്ങൾ എന്നാണ്. ദ ബേസ് ഓഫ് നമ്പേഴ്സ് ആർ ഡിജിറ്റ്സ്. എല്ലാ നമ്പേഴ്സിന്റെയും ബേസ്, അടിസ്ഥാനം ഡിജിറ്റാണ്. ഡിജിറ്റ് ഇല്ലെങ്കിൽ നമ്പർ ഇല്ല. 0 to 9 വരെ നമുക്കുള്ളത് 10 ഡിജിറ്റ്സ് ആണ്. 0 ഒരു ഡിജിറ്റാണ്, അക്കമാണ്. നമ്പർ എന്ന മനസ്സിൽ വരുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞത്, നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 1. 1 മുതൽ തുടങ്ങുന്ന നമ്പേഴ്സ് 1, 2, 3 ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ്. അതിനെ നമ്മൾ രണ്ടായിട്ട് വേർതിരിച്ചു, ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അതിന്റെ കൂട്ടത്തിൽ 2 നമ്പേഴ്സ് കൂടി പുതുതായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ട്രയാങ്കുലർ നമ്പർ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്തായിരുന്നു ട്രയാങ്കുലർ നമ്പർ? യെസ്. പറയും. അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് കിട്ടുന്നത് ശരിയാണ്. ട്രയാങ്കുലർ നമ്പർ 1, 3, 6, 10, 15 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് ട്രയാങ്കുലർ നമ്പേഴ്സ്. തൽക്കാലം മക്കളത് എഴുതി വെച്ചോളൂ. അത് മനസ്സിലാകാത്ത കുട്ടികൾക്കും അന്ന് ക്ലാസ്സിൽ വരാത്ത കുട്ടികൾക്കും അതിന്റെ വീഡിയോ ഞാൻ അയച്ചു തരും. അന്ന് പറഞ്ഞിട്ടുണ്ട് ട്രയാങ്കുലർ. അതിന്റെ ഒന്നാമത്തെ വീഡിയോ ഞാൻ വിട്ടിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിട്ട് അയക്കാൻ വിചാരിച്ചാണ്. പിന്നെ ഞാൻ ഒരു നമ്പർ കൂടി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ് ഒന്ന് പറയാമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ. Sir, sum two consecutive triangular number is a square number. അതൊന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. എന്തായാലും സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 1, 4, 2 into 2 4, 3 into 3 9, പിന്നെ 4 into 4 16, 16, good. 25. These are square numbers. അപ്പോഴാണ് പ്രതി പറഞ്ഞ കാര്യം, സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പർ ഇസ് എ സ്ക്വയർ നമ്പർ എന്നുള്ള കാര്യം പറഞ്ഞു. ശരി. ഇനി അതില് 1-2 നമ്പേഴ്സും കൂടി നമുക്കൊന്ന് വരണം. കാരണം ചില ക്വിസ് മത്സരത്തിലൊക്കെ ആ നമ്പേഴ്സ് പറയാറുണ്ട്, അതുകൊണ്ട് അതൊന്ന് പറഞ്ഞുതരാം. പിന്നെ അതിൽ തന്നെ വരുന്നതാണ് പ്രധാനമായിട്ടും രാമാനുജ നമ്പർ. അറിയാമോ ആർക്കെങ്കിലും രാമാനുജ നമ്പർ ഏതാണ്? 1729. 1729. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. നിങ്ങളുടെ നോട്ട് ബുക്കിൽ ആദ്യം കാണുന്ന ഇത്തരം നമ്പേഴ്സ് ഒക്കെയാണ്. പിന്നെ കാപ്രേക്കർ നമ്പർ, അത് ഒരു ഗണിതശാസ്ത്രത്തിന്റെ പേരാണ്, അതും അവിടെ എഴുതി വെച്ചോളൂ. ഇതെല്ലാം 5ാം ക്ലാസ്സിലുണ്ട്. കാപ്രേക്കർ നമ്പർ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഏതാണ് കാപ്രേക്കർ നമ്പർ എന്നുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയും. Sir, can you repeat that? കുറച്ച് നേരത്തെ പറഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്യോ? ദിസ് ഈസ് രാമാനുജ നമ്പർ 1729. കാണുന്നില്ല. ഓക്കെ. ദിസ് ഈസ് കാപ്രേക്കർ നമ്പർ. കാപ്രേക്കർ എന്ന ഗണിതശാസ്ത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നമ്പർ ഉണ്ട്, എഴുതി വെച്ചോളൂ. 6174. കാപ്രേക്കർ നമ്പർ. ഇതൊക്കെയാണ് നോട്ട് ബുക്കിൽ ആദ്യം കാണേണ്ടത്. ശരി. ഇത് രണ്ടും ഗണിതശാസ്ത്രത്തിന്റെ പേരാണ്. രാമാനുജ നമ്പർ ഒന്നും നിങ്ങൾ മറന്നു പോയരുത്. കാരണം ഡിസംബർ 22 രാമാനുജന്റെ ജന്മദിനമൊക്കെ ആഘോഷിക്കുന്നതാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ശ്രീനിവാസ രാമാനുജൻ ഗണിത ലോകത്തിൽ ഒരുപാട് സംഭാവന നൽകിയ ആളാണ്. കാപ്രേക്കർ നമ്പർ ഇതിന്റെ ഒരു പ്രത്യേകത ഒക്കെ പിന്നീട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. പിന്നെ വേറൊരു നമ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എൻ്റെ ഓർമ്മ, പാലിൻഡ്രോമിക് നമ്പർ. പാലിൻഡ്രോമിക് നമ്പറിന്റെ പ്രത്യേകത അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വായിക്കാൻ കഴിയും. അതാണ്. മലയാളത്തിൽ അങ്ങനെയുള്ള കുറെ വാക്കുകൾ ഉണ്ടല്ലോ. മലയാളത്തിലുള്ള വാക്കുകൾ നിങ്ങളൊന്ന് എഴുതി വെക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിക്കാൻ കഴിയുന്ന, ഒരേപോലെ വായിക്കാൻ കഴിയുന്ന. ഇപ്പൊ നയന,
ഒരാളുടെ പേരാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വായിക്കാം. അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? Yes, sir. പറയൂ. 2, 4, 4, 2. Sir, 2, അല്ല, 3, അത് 2. ഞാൻ കണക്ക് മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ വായിക്കാൻ കഴിയുന്ന മൂസ ഇരുവഴി 2, ഇരുവഴി 4, 2. വേർഡ്സ്. മലയാളത്തിൽ അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടോ? ഈ നയന പോലെ, നന്ദന, ജലജ ജലജ, വെരി ഗുഡ്, ജലജ. പിന്നെ പിന്നെ ഏതെങ്കിലും വാക്കുണ്ടോ മലയാളത്തിൽ? സിസ്റ്റേഴ്സിന്റെ മലയാളം ഉണ്ടോ? സിസ്റ്റേഴ്സിന്റെ മലയാളം കത്രിക കത്രിക, അങ്ങനെ തന്നെ തിരിച്ചു വായിക്കാൻ പറ്റും. അപ്പൊ പാലിൻഡ്രോമിക് നമ്പർ വന്നാൽ അതേപോലെ വായിക്കാൻ കഴിയുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 4 ഡിജിറ്റ് പാലിൻഡ്രോമിക് നമ്പർ പറയാൻ പറ്റുമോ? ഏതുപോലെ? 1, 2, 4. ഇതൊരു 4 ഡിജിറ്റ് പാലിൻഡ്രോമിക് നമ്പർ ആണ് അല്ലേ? വേറെ ഏതെങ്കിലും നമ്പർ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എല്ലാവരും ശരി. അപ്പൊ പാലിൻഡ്രോമിക് നമ്പർ എന്നാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഏത് നമ്പർ പറഞ്ഞാലും ഞാനത് പാലിൻഡ്രോമിക്കിലേക്ക് മാറ്റിത്തരാം. ഒരു 3 ഡിജിറ്റ് നമ്പർ പറഞ്ഞേ. ആരെങ്കിലും ഒരാൾ ഒരു 3 ഡിജിറ്റ് നമ്പർ പറഞ്ഞേ. 123. 123. ഇതൊന്ന് ഞാൻ തിരിച്ചെഴുതി. ഇപ്പൊ പാലിൻഡ്രോമിക് അല്ല, പക്ഷെ ഇത് ഞാൻ തിരിച്ചെഴുതി 2, 3, 2, 1 എഴുതി. ഇനി നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. 4, 4, 4. അപ്പൊ ഏതൊരു നമ്പറിനെയും നമുക്ക് കുറെ സ്റ്റെപ്പ്, മിക്ക നമ്പറും നമുക്ക് 6 സ്റ്റെപ്പ് കൊണ്ട് തന്നെ പാലിൻഡ്രോമിക് ആക്കാൻ പറ്റും. ചില നമ്പേഴ്സ് നമ്മൾ 1 സ്റ്റെപ്പ് കൊണ്ട് തന്നെ പാലിൻഡ്രോമിക് ആക്കാൻ പറ്റും. ചില നമ്പേഴ്സ് ഒക്കെ 26, 27 സ്റ്റെപ്പ് വേണ്ടി വരും. ഏതായാലും പാലിൻഡ്രോമിക് നമ്പറാണ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട വേറൊരു നമ്പർ കൂടി പഠിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും കാണാതെ പഠിക്കണം. ഞാൻ ഒരു 25 നമ്പർ പറയും. അത് 1നും 100നും ഇടയിലുള്ള 25 നമ്പേഴ്സാണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ 25 നമ്പേഴ്സ് പഠിക്കണം, കാണാതെ പഠിക്കണം. റെഡി ആണെങ്കിൽ റെഡി എന്ന് യെസ് എന്ന് ഉറക്കെ പറയും. Yes, sir. ശരി. പല കുട്ടികൾക്ക് അത് അറിയാം. ഇപ്പൊ 7th സ്റ്റാൻഡേർഡിലൊക്കെയുള്ള കുട്ടികൾക്ക് അത് അറിയാം. എന്നാലും ഇപ്പൊ തുടക്കമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്രൈം നമ്പേഴ്സ്. അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങുന്നുണ്ട് പ്രൈം നമ്പേഴ്സ്. മലയാളത്തിൽ അതിന്റെ പേര് അഭാജ്യ സംഖ്യകൾ എന്നാണ്. അഭാജ്യ സംഖ്യകൾ. സാർ എത്ര വരെയുള്ള പഠിക്കേണ്ടത്? 25 അഭാജ്യ സംഖ്യകൾ പഠിക്കണം. ഞാൻ ഇപ്പൊ ഈ ക്ലാസ് അഭാജ്യ സംഖ്യകൾ ആദ്യം കേൾക്കുന്ന, പ്രൈം നമ്പേഴ്സ് ആദ്യം കേൾക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ്. അതറിയാവുന്ന കുട്ടികൾ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മതി. ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികൾ എന്താണ് അഭാജ്യ സംഖ്യ എന്ന് അവർ അറിഞ്ഞിരിക്കണം. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മറ്റുള്ളവരും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ഇങ്ങനെ കീഴോട്ട് എഴുതുക എല്ലാവരും. One to 10. മെഹർ എഴുതി കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ് എഴുതിക്കളി. യെസ് അതിനുശേഷം 1ന്റെ നേരെ ഒരു ആരോ മാർക്ക് കൊടുക്കാം. Yes. Yes, only one factor. അതുകൊണ്ട് 1ന്റെ നേരെ നമ്മൾ 1 എഴുതുന്നു. മെഹർ 2 എന്ന നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ഏതെല്ലാം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താലാണ് 2 കിട്ടുക? 1 into 1. 1 into 1 ചെയ്താൽ 2 കിട്ടുമോ? 1 into 2. 1 into 2. 1ഉം 2ഉം 2ന്റെ ഫാക്ടേഴ്സ് ആണ്. 1 into 2.
അങ്ങനെയാണെങ്കിൽ 3 ലഭിക്കണമെങ്കിൽ ഏതെല്ലാം നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യണം? 1ഉം 3യും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത 3. ഒരു കുട്ടിയൊന്നും എന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ, സഹായിക്കണം. ശരി, അടുത്ത ചോദ്യം. 4 ലഭിക്കാൻ നമ്മൾ ഏതെല്ലാം നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യണം? Sir, 2 into 2. 2, ഒരു 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. അപ്പൊ ഒരു 2 എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ വേറെ ഏതെല്ലാം 1 into 4. 1 into 4. വെരി ഗുഡ്. 1ഉം 4ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടും. മൈക്കോണാന്ന് എല്ലാ കുട്ടികൾക്കും പറയാം. 5 ലഭിക്കണമെങ്കിൽ ഏതെല്ലാം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം? Sir, 1 into 2 plus 1. 1ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ 5. ശരിയല്ല. ഇനി 6 ലഭിക്കണമെങ്കിൽ ഏതെല്ലാം നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കണം? 3 into 2. 1 into 6. 1ഉം 6ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടും. 2ഉം 3യും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടും. ഓ, ഇനി 7ന്റെ കാര്യത്തിലോ തീരുമാനമാണ്. 7 നമുക്ക് കിട്ടണമെങ്കിൽ ഏതെല്ലാം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം? 1 into 7. 1 into 7. 1 into 7. 8 ലഭിക്കാൻ ഏതെല്ലാം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം? 4 into 4. 8 into 1. ഒരു 4 എഴുതി 1 into 8 ചെയ്തു. അപ്പം ശരി. 2 അങ്ങനെ 2 into 4. 2 into 4. 8. അപ്പൊ ശരി, 9 ലഭിക്കണമെങ്കിൽ ഏതെല്ലാം നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യണം? 3 into 9. 1 into 9, 3 into 3. 1 into 9 and 3 into 3. 3 into 3 ഒരു 3 മതി. അനി 10 ലഭിക്കണമെങ്കിൽ ഏതെല്ലാം നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യണം? 5 into 2. 5 into 2. Good. 2 into 5 into 2. 5 into 2 1 എഴുതി. into 10. 1 into 10. ശരി, നിങ്ങൾ നോക്കൂ, ഞാൻ ഈ സൈഡിലൊക്കെ 1 to 10 നമ്പേഴ്സ് ആണ്. ഈ സൈഡിൽ എഴുതിയേക്കുന്നത് ഈ നമ്പേഴ്സിന്റെ ഒക്കെ ഫാക്ടേഴ്സ് ആണ്. ഘടകങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. ശ്രദ്ധിക്കൂ നിങ്ങൾ, 1ന് ഒരു ഘടകം മാത്രം 1. 2 എന്ന സംഖ്യക്ക് 2 ഫാക്ടേഴ്സ്. ഇതിൽ ഏതെല്ലാം നമ്പേഴ്സ് ആണ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ളത്? 4, 6, 4, 6, 8, 8, 10, 10. 9, 9, ഉണ്ട്, സോറി 9 ഉണ്ട്. ഓക്കെ, അത് എഴുതാൻ പറ്റും. 9 and 10. 9, 10. ഈ നമ്പേഴ്സിനൊക്കെ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. ഏതെല്ലാം നമ്പേഴ്സിനാണ് ഓൺലി 2 ഫാക്ടേഴ്സ് ഉള്ളത്? 2, 3, 5, 5, 5, 7. 2 ഘടകങ്ങൾ മാത്രം സംഖ്യകൾ 2, 3, 5 and 7 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. If a number has only 2 factors, such number is called prime numbers. Which is the least prime number? Which is the least prime number? 2. 2. അപ്പോൾ 2 നമ്പേഴ്സ് ആണ് ഇപ്പൊ പരിചയപ്പെടുത്തുന്നത്. A number has only 2 factors. 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. A number has more than 2 factors. ഒരു നമ്പറിന് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ such number is called composite numbers. ഈ 2 നമ്പറും അതിന് ഭാജ്യസംഖ്യ എന്നാണ് മലയാളത്തിൽ പറയുക. Composite numbers. This is prime numbers.
ഞാൻ സാർ ഒന്നുകൂടി പറയാമോ? അതിന്റെ ഫാക്ടേഴ്സ് ഞാൻ വലത് ഭാഗത്ത് എഴുതിയപ്പോൾ നിങ്ങളോട് എല്ലാവരും കൂടി ഒറ്റ ചോദ്യം എന്നോട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ ഇമാജിൻ ചെയ്യൂ, മനസ്സിൽ ഇമാജിൻ ചെയ്യൂ എല്ലാവരും, എന്നിട്ട് എഴുതി നോക്കൂ. 10ന്റെ മേലെ വരുന്ന എബൌട്ട് 10 വരുന്ന 10ന്റെ മേലെ വരുന്ന ബിറ്റ്വീൻ 10 and 20 ബിറ്റ്വീൻ 10 and 20 2 ഫാക്ടേഴ്സ് മാത്രം വരുന്ന നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കൂ നിങ്ങൾ. Would you please write numbers between 10 and 12 having 2 factors? Between 10 and 20 having 2 factors. 2 ഫാക്ടേഴ്സ് മാത്രം വരുന്ന 10നും 20യുടെ ഇടയിലുള്ള നമ്പേഴ്സ് മക്കളൊന്ന് എഴുതി നോക്കിയേ. Finish, sir. 15 വരില്ല ട്ടോ. കാരണം നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും 2 ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കണം? ഒന്നും അതേ നമ്പറുമായിരിക്കണം, വേറെ ഫാക്ടേഴ്സ് വരാൻ പാടില്ല. അങ്ങനെയുള്ള നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 20 നിങ്ങൾ എഴുതി നോക്കും. ജിന്നത്ത് സാറേ കേൾക്കാമോ? കേൾക്കാം. യെസ്. കുറച്ച് കട്ടി കൂടി പോകുന്നുണ്ടോ? ഇല്ല സർ. ഡോസ് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. ആ, 5th സ്റ്റാൻഡേർഡിൽ സ്റ്റാർട്ടിംഗ് ആണ് പ്രൈം നമ്പേഴ്സ് ഒക്കെ, അതുകൊണ്ടാണ്. കൂടെ രക്ഷിതാക്കൾ ഇരുന്ന സന്തോഷമാണ്, കാരണം അവർക്ക് വേഗം പിടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 10നും 20നും ഇടയിലുള്ള 2 ഫാക്ടേഴ്സ് മാത്രം വരുന്ന സംഖ്യകൾ മെഹർ എഴുതിയതൊക്കെ നമുക്ക് നോക്കാം. മെഹർ ഏതൊക്കെയായിരിക്കും? 11, 13. ഇനി നമുക്ക് വേറൊരു കുട്ടിക്ക് വിട്ടുകൊടുക്കാം. 11ഉം 13ഉം ഞാൻ അംഗീകരിച്ചു, ശരിയാണ്. ഇനി ഋതി ഏതെങ്കിലും ഒരു നമ്പർ പറയും. Sir, 19. 19 ഉണ്ട്, ശരി. ഇനി വേറെ ഏതെങ്കിലും കുട്ടി മുന്നോട്ട് വന്നിട്ട് വേറെ ഏതെങ്കിലും നമ്പർ പറയും. 17. വെരി ഗുഡ്. 7. അപ്പൊ ഈ 13 കഴിഞ്ഞാൽ 17 വരണം. ഇതിനൊക്കെ 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇങ്ങനെ നിങ്ങളെ നേരെ ഫേസ് ചെയ്തുകൊണ്ട് ബിറ്റ്വീൻ 1 and 100 ഉള്ള 25 പ്രൈം നമ്പേഴ്സ് പറയാൻ പോകുമ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഫേസ് ചെയ്തുകൊണ്ട് ഇതേ 25 നമ്പേഴ്സ് പറയുമെന്ന് ധൈര്യമുള്ള കുട്ടികൾ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്തേ. ടൈപ്പ് ചെയ്തു. ഞാനിവിടെ നോട്ട് ചെയ്യട്ടെ ആ ടൈപ്പ് ചെയ്യുന്ന കുട്ടികൾ ആരൊക്കെയാണ്. ഞാൻ നിങ്ങളുടെ നേരെ നോക്കിയിട്ട് 25 പ്രൈം നമ്പേഴ്സ് പറയാൻ പോവുകയാണ്. നിങ്ങൾ അതേ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും പഠിക്കുമെന്നർത്ഥം. മക്കൾ ആദ്യം ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിനുശേഷം ആ 25 പ്രൈം നമ്പേഴ്സ് ഞാൻ പറയാം, എഴുതി വെക്കോളൂ. സ്റ്റാർട്ട്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി, സമയമില്ലെങ്കിൽ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും ഫോണില്. അതിനുശേഷം 25 പ്രൈം നമ്പേഴ്സ് കാണാതെ പഠിക്കണം. കാരണം കോമ്പോസിറ്റ് നമ്പറിന്റെ മലയാളം ഒന്ന് പറഞ്ഞുതരൂ. കോമ്പോസിറ്റ് നമ്പറിന് അഭാജ്യം ഉള്ളതിന്റെ ആ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ മതി. അഭാജ്യത്തില് ആ അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് മോനെ ഭാജ്യം എന്ന് എഴുതിയാൽ മതി. അതിന് വിഭാജ്യ സംഖ്യ എന്നും പറയാറുണ്ട്. എന്താണ് എഴുത്തുക? ഭാജ്യസംഖ്യ കേട്ടോ. കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ മലയാള വാക്കാണ് ഭാജ്യസംഖ്യ. ശരി, ആ മോനോട് തന്നെ ചോദിക്കട്ടെ, വിച്ച് ഇസ് ദ ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ? ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏതാണ്? 4 ആണ്. ശരി, വെരി ഗുഡ്. അപ്പൊ എല്ലാ ഭാജ്യസംഖ്യകളും എഴുതിയെടുത്തോളൂ. 25 എണ്ണം ഇല്ലെന്ന് നോക്കിയോ, ഞാൻ പറയാം, നിങ്ങൾ എഴുതിക്കോളൂ. അത് റെഡി? യെസ്. 2. എല്ലാവരും നേരിട്ട് പറഞ്ഞ 2
2, 3. 3, എല്ലാവരും നേരിട്ട് പറയാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് നേരിട്ട് പറഞ്ഞേ. 2, 2, 3, അതിന്റെ അടുത്ത് ഭക്ഷണം കഴിക്കാണ്. ഭക്ഷണം കഴിക്കാണ്. വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കാം. ഓക്കെ. 2, 2, 3, 3, 5, 7, 7, 11, 13, 13, 17, 17, 19, 23, 23, 29, 29, 31, 31, 37, 37, 41, 41, 43, 43, 47, 53, 53, 59, 61, 61, 67, 7, 71, 21, 73, 23, 79, 79, 83, 83, 89, 89, 97. 97. ഒന്നിലേക്ക് 25 ജില്ലയിൽ 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. 25 ഉണ്ടോ? Yes, sir. ഇപ്പൊ വേറൊന്ന് വായിച്ച് എല്ലാം ഒന്ന് നല്ല ശബ്ദത്തിലൊന്ന് വായിച്ച്. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 60, 67, 71, 73, 79, 83, 89, 97. ഓക്കെ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. എഴുതണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. 2 is the least prime number. 97 is the largest 2-digit prime number. There are 25 prime numbers between 1 and 100. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം എഴുതിക്കോളൂ. ഹൗ മെനി, എഴുതിക്കോളൂ എല്ലാവരും. ഹൗ മെനി composite numbers between 1 and 100? ചോദ്യം ബോർഡിൽ വന്നു കഴിഞ്ഞു. ആ ചോദ്യം ഒന്ന് വായിച്ചേ മെഹർ. How many composite numbers between 1 and 100? Between 1 and, മലയാളം ഇതാണ്. 1നും 100നും ഇടയിൽ എത്ര ഭാജ്യ സംഖ്യകളുണ്ട്? 2ൽ കൂടുതൽ ഘടകങ്ങളുടെ സംഖ്യകളുണ്ടെന്നാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കോളൂ. What is the sum of all prime numbers between 1 and 50? ആ ചോദ്യം ഒന്ന് വായിച്ചേ മെഹർ. What is the sum of all prime numbers between 1 and 50? 1നും 50നും ഇടയിലുള്ള എല്ലാ അഭാജ്യ സംഖ്യകളുടെയും തുക എത്രയാണെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. എക്സ്ക്യൂസ് മീ സർ, Yes. ഇതിപ്പോ നമ്മൾ ചെയ്യണ്ട, ക്ലാസ്സിൽ ചെയ്യേണ്ടതാ? എന്താ ഹോംവർക്ക് HW ഹോംവർക്ക്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. The 3 prime numbers is
22. Which is the largest? Sum of which is Meher? Meher. Yes. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു. The sum of three prime numbers is 32, which is the largest. ഓക്കെ. Sir. ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യം പറയാം. ഒരു നല്ല പേപ്പറിൽ, നോട്ട്ബുക്കിൽ നല്ല പേപ്പർ ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതില് പ്രൈം നമ്പേഴ്സ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ വളരെ വൃത്തിയിൽ എല്ലാ പ്രൈം നമ്പേഴ്സും 1 നും 100 നും ഇടയിലുള്ള ആ 25 പ്രൈം നമ്പേഴ്സ് എടുത്തു. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് വളരെ കളർഫുൾ ആയിട്ട് അവർ ഗൂഗിളിൽ കൊടുത്ത് കാണാം. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ കളർഫുൾ ആയിട്ട് നിങ്ങൾക്ക് അത് ക്രമീകരിക്കാൻ കാരണം നിങ്ങൾക്ക് മത്സര പരീക്ഷക്ക് പ്രൈം നമ്പേഴ്സിന് ചോദ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇത് നല്ല വൃത്തിയിൽ എഴുതി വെക്കുക. ആ ടേബിൾ എഴുതി കഴിഞ്ഞാൽ 2 മുതൽ 97 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ആണ് എഴുതേണ്ടത്. അത് എഴുതി കഴിഞ്ഞ ശേഷം ഈ 3 ക്വസ്റ്റ്യനും ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ചോദ്യത്തിന്റെ ആൻസർ വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ തരികയും ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. അത് 4ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചതാണ്. 7th സ്റ്റാൻഡേർഡിലൊക്കെയുള്ള കുട്ടികൾക്ക് കിട്ടാത്തൊരു കാര്യമാണ്. അതുകൂടി ഞാൻ ഇന്ന് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താണ്? പറയാമോ? ഓ, മലയാളത്തിൽ പറയാമോ? അപ്പോഴത്തെ മലയാളത്തിൽ പറയാം. ശ്രദ്ധിച്ചോളൂ. ഹൗ മെനി കോമ്പോസിറ്റ് നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 100? 1 നും 100 നും ഇടയിൽ എത്ര ഭാജ്യ സംഖ്യകൾ ഉണ്ട്? 4, 6 വരെയുള്ള സംഖ്യകൾ ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയണേ മോനെ. യെസ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 50? 1 നും 50 നും ഇടയിലുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കൂട്ടിയാൽ എത്രയാണ്? തുക എത്രയാണ്? മോന് ക്ലിയർ ആയോ? യെസ്. ദ സം ഓഫ് 3 പ്രൈം നമ്പേഴ്സ് ഈസ് 32. 3 അഭാജ്യ സംഖ്യകൾ കൂട്ടിയാൽ 32 കിട്ടുമ്പോൾ ആ 3 അഭാജ്യ സംഖ്യകളിൽ വലുതേതാണ്? 3 തരത്തിൽ കൂട്ടിയാൽ 32 കിട്ടും. പക്ഷെ എനിക്ക് ഏറ്റവും വലുതാണ് കിട്ടേണ്ടത്. ഇത് തന്നെ 3 അഭാജ്യ സംഖ്യകൾ കൂട്ടിയാൽ 32 കിട്ടുന്നു. ആ അഭാജ്യ സംഖ്യകളിൽ വലുതേതാണ്? മാഷെ ഒന്ന് അവിടെ നിന്ന് മാറി കുറച്ചൊന്ന് ഇതൊന്ന് എടുക്കണം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. ഓക്കെ സാർ. സാറേ ക്ലിയർ ആയില്ലേ? യെസ് സർ. യെസ്, ക്ലിയർ ആണ്. ശരി, ഇനി അടുത്തത് ഒരു 5 മിനിറ്റോടെ നമുക്ക് സമയമുണ്ട്. ആ 5 മിനിറ്റിനുള്ളിൽ 4ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യം ഒന്നുകൂടി ഒന്ന് ഉണർത്തുകയാണ്. അത് കിട്ടാത്ത കുട്ടികൾക്ക് 7ാം ക്ലാസ്സിലുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം 4ാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നതുകൊണ്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയ കാര്യം 7th-ലെയും 8th-ലെയും കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അത് പറയുകയാണ്. ശ്രദ്ധിച്ചോളൂ, എഴുതി വെച്ചോളൂ. ഫേസ് വാല്യൂ മുഖവില എന്നാണ് മലയാളം. പ്ലേസ് വാല്യൂ. ഋതി, ഈ ഒരു വാക്ക് എവിടെയും കേട്ടിട്ടുണ്ടോ? ചിരി വരും. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ കാര്യം വരുമ്പോൾ ചിരി വരും. പക്ഷെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് ചിലപ്പോൾ അത് കിട്ടിയില്ലാത്തതുകൊണ്ട് അവർക്ക് ചിരി വരില്ല. എന്തായാലും പറയാം. ഫേസ് വാല്യൂ ആൻഡ് പ്ലേസ് വാല്യൂ. മുഖവില എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. ഇപ്പൊ ഞാൻ ബോർഡിൽ ഒരു സംഖ്യ എഴുതാം. ശ്രദ്ധിച്ചോളെ. 24,24,00,000.
87,639. ആ സംഖ്യ ഒന്ന് വായിച്ച ഒരു കുട്ടി. 24,87,639. ഇതിൽ 7ന്റെ മുഖവില 7 തന്നെയാണ്. The face value of 7 is 7. And what is the place value of 7? 1000. Thousands. എത്ര തൗസൻഡ് ആണ്? 7. 7,000. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ഥാനവിലയാണ്. സ്ഥാനവിലയാണ്. ഞാനൊരു ചെറിയ ചോദ്യം തന്നുകൊണ്ട് ഈ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള എന്താണ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ്? പോയിക്കോളെ. സ്ഥാനവില നമ്മള് 1st പ്ലേസ് നിന്നും 10th പ്ലേസ് നിന്നും 100th പ്ലേസിലൊക്കെ വലത്ത് നിന്ന് ഇടത്തോട്ട് വരുന്നതാണ് സ്ഥാനവില. മുഖവില എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് 5623, 5623. ചോദ്യം ഇതാണ്, എഴുതി വെച്ചോളൂ. നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് ഞാൻ നോക്കട്ടെ. ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, ശ്രദ്ധിച്ചോളൂ. 5623 എന്ന സംഖ്യയിൽ 5ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദി ഡിഫറൻസ് ഓഫ് ഫേസ് വാല്യൂ ആൻഡ് പ്ലേസ് വാല്യൂ ഓഫ് 5 in 5623? 5 മുഖവില, 5000 സ്ഥാനവില. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു.